escape velocity. VE, escape velocity. Or second cosmic velocity. വളരെ പ്രധാനമാണത്. ചോദിക്കും, റെഗുലറായിട്ട് നിങ്ങൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. Earth. Imagine the Earth. There is a space up to which around the Earth where the gravitational field effect is produced. അതായത് എർത്തിന് ചുറ്റും ഒരു ലിമിറ്റ് വരെ മാത്രമേ അതിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാവൂ. ഒരു ഓബ്ജക്റ്റ് a stone of mass m, when it is thrown upwards, ഞാൻ മുകളിലോട്ട് എറിഞ്ഞാല് കുറച്ചു ദൂരം പോയിട്ട് അതെങ്കിൽ തിരിച്ചു പോരും. When a stone is thrown upwards after moving some height, it returns to the earth. If the speed of projection, ഞാൻ അറിയുന്ന സ്പീഡ് കൂട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹൈറ്റ് മുകളിൽ പോവും, അതേപോലെ തിരിച്ചു വരും. ഞാൻ വീണ്ടും സ്പീഡ് കൂട്ടുകയാണെങ്കിൽ സംഭവിക്കും.
വീണ്ടും ഞാൻ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹൈറ്റ് പോയിട്ട് അതെങ്കിൽ തിരിച്ചു വരും. So whenever an object is thrown upward, after traversing some distance vertically upward, it returns to the ground due to gravity. When the speed of projection is increased, the only change, height up to which it transverses increases. കുറച്ചുകൂടെ മോളിൽ പോവും, തിരിച്ചു വരും. പിന്നെയും മോളിൽ പോവും, തിരിച്ചു വരും. ഇനിയും ഞാൻ ഇതിന്റെ സ്പീഡ് കൂട്ടിയാൽ, ഇനിയും കുറച്ചുകൂടെ ഞാൻ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ, എറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഞാൻ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പോകുന്ന ബോഡി അങ്ങ് പുറത്തേക്ക് പോകും. ഈ ബോഡി പിന്നെ തിരിച്ചൊരിക്കലും എർത്തിലേക്ക് വരില്ല. ആ പോകാൻ എത്ര സ്പീഡ് വേണോ, that speed is called escape velocity. Escape velocity is the minimum velocity with which a body should be projected upwards so that it may leave the gravitational field effect. അതാണ് ഡെഫിനിഷൻ. ക്ലിയർ ആയല്ലോ? എർത്തിന് ചുറ്റും ഒരു പർട്ടിക്കുലർ റീജിയൻ വരെ മാത്രമേ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇഫക്റ്റ് ഉണ്ടാവൂ. പിന്നെ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ അപ്വേർഡ്, ഇത് കുറച്ചു ദൂരം മോളി പോയിട്ട് തിരിച്ചു വരും. സ്പീഡ് കൂട്ടിയാൽ കുറച്ചുകൂടെ മോളി പോയിട്ട് തിരിച്ചു വരും. പിന്നെയും കൂട്ടിയാൽ പോയിട്ട് തിരിച്ചു വരും. ഒരു പർട്ടിക്കുലർ സ്പീഡ് ആകുമ്പോഴത്തേക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ജസ്റ്റ് ലീവ് ചെയ്ത് അങ്ങ് പുറത്തു പോകും. പിന്നെ ആ ബോഡി ഒരിക്കലും തിരിച്ച് എർത്തിലേക്ക് വരാറില്ല. ദാറ്റ് മിനിമം സ്പീഡ് ഈസ് കാൾഡ് എസ്കേപ്പ് വെലോസിറ്റി. ദ മിനിമം സ്പീഡ്, ആ മിനിമം എന്നുള്ള വാക്ക് പോയി കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത് തരില്ല. ദ മിനിമം സ്പീഡ് വിത്ത് വിച്ച് a body must be projected upwards so that it may escape the gravitational field of the earth permanently. ആ വാക്ക് പ്രധാനമാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് ദ മിനിമം സ്പീഡ്, രണ്ട് പെർമനന്റ്ലി. ദ മിനിമം സ്പീഡ് വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് അപ്വേർഡ് സോ ദാറ്റ് ഇറ്റ് മേ എസ്കേപ്പ് ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓഫ് ദ എർത്ത് പെർമനന്റ്ലി ഈസ് കാൾഡ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ എർത്ത്. പെർമനന്റ്ലി ഈസ് കാൾഡ് എസ്കേപ്പ് വെലോസിറ്റി. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ V. Escape velocity is different for different satellites or planets. ഓരോ പ്ലാനറ്റിനും ഓരോ സാറ്റലൈറ്റും എസ്കേപ്പ് വെലോസിറ്റി വ്യത്യാസമാണ്. ചില കാരണങ്ങളുണ്ട്. നമുക്ക് അതിന് ചെറിയൊരു എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യണം. അതിൽ നിന്ന് ഓർബിറ്റൽ സ്പീഡുമായിട്ടുള്ള റിലേഷൻ പറയണം, തമ്മിലുള്ള വ്യത്യാസം പറയണം. അവിടെ കുറച്ച് 3-4 ഷോർട്ട് ആൻസറും ഉണ്ട്. ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ. The minimum speed with which a body must be projected upward so that it may escape the gravitational field of the earth permanently is called escape velocity. It is represented by VE. ഇനി ചെറിയൊരു പ്രൂഫ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്രഷൻ 4 escape velocity. ചെറിയൊരു പടം വരയ്ക്കണം. Earth of mass ME and radius RE.
consider a body of mass m being projected up with the velocity ve. The body is projected up. Near the earth, kinetic energy of the body is equal to half mv square. Half mv square. Potential energy of the body minus g m e m divided by re. നേരത്തെ പഠിപ്പിച്ചതാ പൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇതെല്ലാം ഞാൻ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. സോ ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി നിയർ ദി എർത്ത് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു കെ പ്ലസ് യു. നേരത്തെ പറഞ്ഞതാ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ ടോട്ടൽ എനർജി. Is equal to half mve square plus minus gm e m divided by re. Question number 1. Clear ആയല്ലോ? Consider a body അല്ലെങ്കിൽ a particle of mass m which is being projected upwards with velocity ve from the surface of the earth. പ്രൊജക്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ടോട്ടൽ എനർജി കാണാൻ രണ്ട് കൂട്ടി ഇക്വേഷൻ നമ്പർ 1. സോ ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി നിയർ ദ എർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. After leaving the gravitational field of earth, earthന്റെ gravitational field കഴിഞ്ഞാൽ a body may go up to infinity. അതൊരു കൺസെപ്റ്റ് ആണ്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ ബോഡി എവിടെ പോയാലും നമുക്ക് ഒരുപോലെ തന്നെയാണ്. ആ ബോഡി ഇൻഫിനിറ്റി വരെ വേണമെങ്കിലും പോകാം. അറ്റ് ഇൻഫിനിറ്റി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0, ആൻഡ് സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2. By the law of conservation of energy, law of conservation of energy എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ എനർജി നിയർ ദി എർത്ത് ഈക്വൽസ് ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി. ബോഡി സെയിം തന്നെയാണ്. നമുക്ക് രണ്ടും കൂടെ അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ 0 അല്ലെങ്കിൽ ഹാഫ് എം ഇതിനെ കോപ്പി ചെയ്യാം. ഹാഫ് എം ഇ സ്ക്വയർ പ്ലസ് ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ ഈസ് ഈക്വൽ ടു 0. ഇതിൽ എം ക്യാൻസൽ ആയി പോകും. അതിൽ നിന്നൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ അവിടെ വന്നു കഴിഞ്ഞു. എസ്കേപ്പ് വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടിക്കിൾ എറിഞ്ഞിരുന്നാലും ഒരു വലിയ പാർട്ടിക്കിൾ എറിഞ്ഞിരുന്നാലും എസ്കേപ്പ് വെലോസിറ്റിക്ക് രണ്ടിനും സെയിം തന്നെയാണ്. ഇതിനെ കൂടെ ഞാൻ റൈറ്റ് സൈഡ് കൊണ്ടുപോകണമെങ്കിൽ പ്ലസ് ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുന്നു. સમજીരുന്നേ? അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിന് ഞാൻ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്ലസ് ആയിട്ട് മാറി. ഇതിൽ എം ക്യാൻസലായി. എം വേണ്ട, നമുക്ക് എം നമ്മൾ മായ്ക്കുന്നു. എം വേണ്ട. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വിഇ? സോ വാട്ട് ഈസ് വിഇ? വിഇ സ്ക്വയർ ആദ്യം അങ്ങനെ എഴുതിയിട്ട് പോകാം.
പി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 മോളിൽ കയറി പോകും. സോ ദിസ് ഈസ് 2 ഇൻറ്റു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വി ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 into GME divided by RE. ഇതാണ് എൻ്റെ ഫോർമാറ്റ് നമ്പർ 1. ഇതാണ് എൻ്റെ ഫോർമാറ്റ് നമ്പർ 1. 2 പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞുതരും, അപ്പം ക്ലിയർ ആവും. Escape velocity is the minimum velocity with which a body should be projected such that it may escape the gravitational field of the earth permanently. ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഒരു ബോഡി എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി തിരിച്ചൊരിക്കൽ എർത്തിൽ വരാത്ത രീതിയിൽ എർത്തിന്റെ ഫീൽഡ് ലീവ് ചെയ്ത് പോകാൻ വേണ്ട സ്പീഡ് എന്താണോ, that minimum speed is called escape velocity, represented by VE. Consider a particle of mass m being projected vertically upward with a velocity VE from or the near the surface of the earth. നിയർ ദി എർത്ത് കൈനറ്റിക് എനർജി അറിയാം, പൊട്ടൻഷ്യൽ എനർജി അറിയാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഇത് ഞാൻ പറഞ്ഞ ഉടനെ ഇത് ഓർമ്മ വരണം. ഓർമ്മ വരാത്തൊരുത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. Therefore total energy രണ്ടും കൂടെ കൂട്ടുക. So this is half mv square plus minus gmem divided by r is equation number 1. After leaving the gravitational field, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ലീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. എർത്തിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അവൻ, അച്ഛൻ്റെ അമ്മയിൽ നിന്നൊക്കെ വിട്ടു പോയി കഴിഞ്ഞു. അവന് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അവന് ബാംഗ്ലൂർ വേണമെങ്കിൽ ബാംഗ്ലൂർ പോകാം, ഡൽഹി വേണമെങ്കിൽ ഡൽഹി പോകാം, അതല്ല അമേരിക്ക വേണമെങ്കിൽ അമേരിക്ക പോകാം, റഷ്യ വേണമെങ്കിൽ റഷ്യ പോകാം, ചൈന വേണമെങ്കിൽ ചതിയന്മാരത്തുണ്ടെങ്കിൽ അവിടെ പോകാം. അവന് എവിടെ വേണേ പോകാം. അങ്ങനെ ഈ ബോഡിക്ക് മേ ഗോ അപ് ടു ഇൻഫിനിറ്റി. അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. അവിടെ കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി ഇല്ല, ടോട്ടൽ എനർജി ഇല്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 2. ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, വളരെ പ്രധാനം. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. എം ക്യാൻസൽ ആയി. ദസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് escape velocity is independent of mass of the particle. പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ പ്രൂഫ് എഴുതി കൊടുത്താൽ മതി. അതിൽ നിന്ന് വിക്കുള്ള ഇക്വേഷൻ പറഞ്ഞു. ദിസ് ഈസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമാറ്റ് നമ്പർ 1. ഇനി ബാക്കിയെല്ലാം ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിപ്പിച്ച്, ഞാൻ ഒന്നും പുതുതായിട്ട് പറയുന്നില്ല, എല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് GME ഈസ് ഈക്വൽ ടു RE സ്ക്വയർ G. ഇന്നലെ VE ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. Therefore, VE is equal to 251 2 into GME എന്നുള്ളതിന് പകരം RE സ്ക്വയർ G ഡിവൈഡഡ് ബൈ RE. ഇതിൽ RE കട്ട് ചെയ്തു പോകും. ഒന്നാമത്തെ കാര്യം, ഇത്രയും വളരെ സ്ഫുടമായിട്ട് എഴുതാൻ നമുക്ക് ബോർഡ് പറ്റൂല. ഇത് നല്ല പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ what is VE? Therefore, VE is equal to 251 root into 2 REG is equal to root 2 into root of REG. Root of REG എന്ന് പറഞ്ഞ ഓർബിറ്റൽ സ്പീഡാ. ബട്ട് root of REG is equal to VO, ഓർബിറ്റൽ സ്പീഡാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അവസാനം VE is equal to root 2 into VO. Thus, escape speed is equal to root 2 into orbital speed. Is the relation between them. വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ് ഈ റിലേഷൻ ചോദിച്ചാൽ. ഞാൻ ഒരിക്കൽ കൂടെ പറയും, അപ്പൊ നല്ല തറവാവും. ശരി, അതിന്റെ താഴെ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി is equal to root 2 into first cosmic velocity. Second cosmic velocity VE is equal to root 2 into orbital speed എന്ന് പറയുമ്പോഴത്തേക്ക് 7.9.
is equal to 11.2 kilometer per second. 11.2 kilometer per second. For earth എന്നൂടെ പറയണം. For ഇതാണ് അതിന്റെ ഡെറിവേഷൻ. വളരെ സിമ്പിളായ ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഓടിച്ച് പറഞ്ഞുതരാം. നോക്കുക. നമ്മൾ ആദ്യം അതിന്റെ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞു. 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്. The minimum speed with which a body must be projected upwards so that it may escape the gravitational field of the earth permanently. It is represented by VE. ഈ ഡയഗ്രാം പരീക്ഷയ്ക്ക് വരച്ചാൽ കൊള്ളാം, വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ വരച്ചാൽ നല്ലതാണ്. നിയർ ദി എർത്ത് കൈനറ്റിക് എനർജി അറിയാം, പൊട്ടൻഷ്യൽ എനർജി അറിയാം, ടോട്ടൽ എനർജി എഴുതി. ഇക്വേഷൻ നമ്പർ 1. After leaving the gravitational field of the earth, a body may go up to infinity. At infinity, total energy ഇല്ല. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹാഫ് mv സ്ക്വയർ ഈക്വൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യാൻസൽ ആയി പോയി. ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറി. അതിൽ നിന്ന് വി ഈക്വൽ ഇക്വേഷൻ √2 ഇൻറ്റു GME/R is ഫോർമാറ്റ് നമ്പർ 1. പ്രോബ്ലം ചെയ്യാൻ ഈ ഡേറ്റ ആണെന്നെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ബട്ട് GME ഈസ് ഈക്വൽ ടു RE സ്ക്വയർ G. Therefore, V equals substitute ചെയ്തു is √2 into √REG. But √REG is VO. Therefore, VE into equals √2 into VO. Thus, escape speed equals √2 into the orbital speed is the relation between them. Very important. അല്ലെങ്കിൽ second cosmic velocity is the √2 into first cosmic velocity. And the value എന്ന് പറയുമ്പോഴത്തേക്ക് 11.2 kilometer per second for √2 എന്ന് പറയുമ്പോഴത്തേക്ക് √2 എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് ഈക്വൽ 1.414 എന്നാണ് എൻ്റെ ആൻസർ. എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം 41.4% more. That is, escape speed is 41.4% more of orbital speed. എന്ന് പറഞ്ഞാല് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് സാറ്റലൈറ്റിന്റെ സ്പീഡ് എത്ര ശതമാനം കൂട്ടിയാൽ എസ്കേപ്പ് ചെയ്യും? 41.4% എൻട്രൻസ് ആയി 5 മാർക്ക് മാറി. അതായത് ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് അതിന്റെ സ്പീഡ് 41.4% കൂട്ടിയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എസ്കേപ്പ് ചെയ്യും എന്ന് അർത്ഥം. മനസ്സിലായോ? ഇനി ഇതിന്റെ ഇമ്പാക്ട് ചോദിക്കുകയാണെങ്കിൽ 2 ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, വൈ, അത് മാത്രം പറഞ്ഞാലും മതി. വൈ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് മൂൺ? നിങ്ങളുടെ സ്കൂളിൽ പരീക്ഷയ്ക്ക് ടോപ്പിക്കെ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ അവിടെ വരും. വൈ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ? അവിടെ പറയാനുള്ളത് എസ്കേപ്പ് സ്പീഡ് ഓഫ് മൂൺ ഈസ് ഒൺലി. എസ്കേപ്പ് സ്പീഡ് മൂണിന്റെ റേഡിയസും ഗ്രാവിറ്റിയൊക്കെ വളരെ ചെറുതാ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 2.4 വരുള്ളൂ. 2.4 മീറ്റർ പെർ കിലോമീറ്റർ പെർ സെക്കൻഡ്. വളരെ ചെറുതാ. Since it is very small, all the gases can escape from the moon very easily. കാരണം എസ്കേപ്പ് സ്പീഡ് വളരെ കുറവാണ്. ഗ്യാസ് മോളിക്യൂൾസ് ആർ റാൻഡം മോഷൻ. ആ റാൻഡം മോഷൻ സ്പീഡ് ഇതിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസിന്റെ മോഷൻ സ്പീഡ് 2.4-നേക്കാളും കൂടുതലായതുകൊണ്ട് ഈ സ്പീഡിൽ അവൻ ഓടിക്കളയും, അവിടെ നിൽക്കത്തില്ല. ഇൻ അതർ വേർഡ്സ്, മൂൺ ഈസ് അൺഏബിൾ ടു ഹോൾഡ് എനി ഗ്യാസ് ഓർ moon has no atmosphere. എന്ന് വേണം. എത്ര 2 വരിയെ കൊടുക്കാവൂ. എർത്തിന്റെ മൂണിന്റെ എസ്കേപ്പ് സ്പീഡ് 2.4 ആണ്. എന്തുകൊണ്ടാണ്? എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ √2 into REG ആണ്. റേഡിയസ് ഓഫ് മൂണും ഗ്രാവിറ്റി ഓഫ് മൂണും ഒക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞത് 2.4 കിലോമീറ്റർ പെർ സെക്കൻഡേ വരും. വളരെ കുറവാണ്. ഗ്യാസ് മോളിക്യൂൾസ് ഈ സ്പീഡിൽ അവിടെ നിൽക്കില്ല. അത് ഈ എസ്കേപ്പ് സ്പീഡിൽ അതൊക്കെ ചുമ്മാ ഓടിക്കളയും അവിടെ. അതുകൊണ്ട് മൂണിന് അണേബിൾ ടു ഹോൾഡ് എനി ഗ്യാസ് ഓർ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. അപ്പൊ മൂണിൽ വെച്ച് ഏതെങ്കിലും ഒരു ഗ്യാസ് തുറന്നു വിട്ടാൽ ഓടിക്കളയും, അവിടെ നിൽക്കില്ല. ഹൈഡ്രജൻ എന്നുള്ളതല്ല, ഒരു ഗ്യാസും അവിടെ നിൽക്കത്തില്ല. ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ അവിടെ കൊണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ
അത് ഓടിക്കളയും. അത് അവിടുന്ന് മുകളിൽ നിന്ന് ലീവ് ചെയ്ത് പുറത്തോട്ട് വെക്കണം. അതുകൊണ്ട് ഹെൻസ് there is no colorful sunset or sunrise. സൺറൈസും ഇല്ല, സൺസെറ്റും കളർഫുൾ ആയിരിക്കത്തില്ല. കളർഫുൾ ആകാൻ കാരണം സ്കാറ്ററിംഗ് എന്നുള്ള ഫിനോമിനാണ്. സ്കാറ്ററിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ വേണം. അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് സൺസെറ്റും സൺറൈസും കളർഫുൾ ആയിരിക്കത്തില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്മീഡിയറ്റ്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും. 6-5 വരെ സൺലൈറ്റ് കാണും. 1 സെക്കൻഡിനോട് സൺ അണഞ്ഞങ്ങ് പോകും. ടക്കനെ കറണ്ട് പോയതുപോലെ സണ്ണം കാണയും. അതേപോലെ വളരെ പെട്ടെന്ന് സൺ ഉദിക്കുകയും ചെയ്യും. സ്ലോയിൽ സൺ ഉദിക്കുക, കളർഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണുക, ഇതൊന്നും മോണിൽ പോയാൽ കാണാൻ ഒരിക്കലും പറ്റില്ല. ഇതിനോട് എഴുതി കൊടുത്ത സാറ് വളരെ സന്തോഷവാൻ, കുശി സാറ് നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. നമ്മുടെ എന്താണോ പരീക്ഷ എഴുതുന്നത്, നമുക്ക് എന്തറിയാമോ അതിനാണ് നമ്മുടെ മാർക്ക്. നമ്മുടെ നോളജ്, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി, IT, അതാണ് നമ്മുടെ മാർക്ക്. നമ്മൾ നല്ല പഠിച്ചു വയ്ക്കാൻ നമുക്ക് മാർക്ക് എപ്പോഴും കിട്ടും. IT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ. നമുക്ക് നല്ല അറിവുണ്ട്, അതെല്ലാം പറഞ്ഞു. അപ്പം അറ്റ്മോസ്ഫിയറിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ലൈഫ് ഒരിക്കലും പോസ്റ്റ് വെച്ചാൽ അല്ല, ഒരിക്കലും പറ്റില്ല. അറ്റ്മോസ്ഫിയർ കൊണ്ടുപോയിരുന്നാൽ പോലും നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിന് പ്രൊവൈഡ് ചെയ്യണം. അത് ലീക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പുറത്തേക്ക് പോകും, ഒന്നും നിൽക്കില്ല എന്ന് അർത്ഥം. ഇതെല്ലാം കൂടെ ചുരുക്കി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പടം വേണമെന്നില്ലടാ, പടം വരച്ചാ ഒന്നുകൂടെ നല്ലത്. അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടല്ലേ, ഡെമ്മി ദ മാസ് ഓഫ് ദെയർ, നിയർ ദെയർ, അത്രയും മതിയടേ. 2 മാർക്ക് 3 മാർക്കിന് ഇത് തന്നെ ധാരാളം. അപ്പൊ 34ാമത്തെ പേജ് എടുത്തേ. അതിനകത്ത് ഡെഫിനിഷൻ കണ്ട. മിനിമം എന്നുള്ള വാക്ക് ടിക്ക് ചെയ്യണം. മിനിമം the escape velocity is second cosmic velocity. the minimum velocity, മിനിമം പോയി കഴിഞ്ഞാൽ മൊത്തം മാർക്കും പോയി, പിന്നെ ഒന്നും കിട്ടത്തില്ല. velocity with which a body must be projected so that it may escape the gravitational field of the earth is called escape velocity from the earth. എന്ന് എഴുതി ഇത്ര എഴുതി കൊടുക്കുക. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. സൈഡിൽ മാർക്ക് ചെയ്യുക. എല്ലാം കൂടെ 3 മാർക്കായിരിക്കും. ക്ലിയർ ആയി കാണും. അത് എൻട്രൻസ് പരീക്ഷയ്ക്ക് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരു സർക്കുലർ പാത്ത്, എ കാർ. നമുക്ക് തൽക്കാലം ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാം അവിടെ. ഇതേ പാത്തിലൂടെ കറങ്ങുകയാണ്. ഒരു പാർട്ടിക്കിള് സർക്കുലർ പാത്തിലാകുമ്പോഴേക്ക് അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എ പാർട്ടിക്കിൾ ടു ബി ഇൻ സർക്കുലർ പാത്ത്, ഇറ്റ് ഹാസ് ടു പ്രൊവൈഡ് നെസസറി സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെ ഒരു ആക്സിലറേഷൻ കിട്ടിയേ പറ്റൂ. ദാറ്റ് ആക്സിലറേഷൻ ഈസ് കാൾഡ് റേഡിയൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ represented by AR, radial എന്ന് പറഞ്ഞാൽ AR, ആക്സിലറേഷൻ റേഡിയൽ. ഇതിന് പുറമെ ഈ പാർട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലൈനിയർ വെലോസിറ്റി. വെലോസിറ്റി ഈസ് അലോങ് ദ ടാൻജന്റ്. അപ്പൊ ഏത് ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിലാണെങ്കിലും അതിന് 2 കണ്ടീഷൻസ് ഉണ്ടാവും. അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന ടാൻജൻഷ്യലായിരിക്കും, ആക്സിലേഷൻ 90 ഡിഗ്രിയിലകത്തോട്ടായിരിക്കും. ഇതാണ് എൻ്റെ ഫിസിക്സ്. If the velocity of the object .
is a constant in magnitude, then the particle experiences only radial acceleration. AR is equal to radial acceleration is given by v square by r. V square by r. This is equation number 1. This is equation number 1. If the velocity is a variable, then the body, then the body possesses tangential acceleration also. Tangential acceleration is represented by A tangential. A tangential is given by delta V by delta T. Delta V divided by delta T. Change in velocity by time taken is called a tangential acceleration. About a particle non-uniform circular velocity variable that is in non-uniform circular motion. മനസ്സിലായല്ലോ, ഒരു ഓബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിലാണെങ്കിൽ റേഡിയൽ ആക്സിലേഷൻ ഉണ്ടായേ പറ്റൂ. വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അത് മാത്രമേ കാണൂ. അതിന്റെ വെലോസിറ്റി വേരിയബിൾ ആണെങ്കിൽ, അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ഈ ടാൻജന്റ് റേഡിയൽ ആക്സിലേഷന് പുറമേ ഒരു ആക്സിലേഷൻ ഉണ്ടാവും. ഇറ്റ് ഈസ് കാൾഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ടാൻജൻഷ്യൽ ആക്സിലേഷൻ എങ്ങോട്ടായിരിക്കണം? വെലോസിറ്റി എങ്ങോട്ടാണ്? അങ്ങോട്ട്. അപ്പൊ അങ്ങോട്ട് ഒരു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പം നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ 2 ആക്സിലേഷൻ ഉണ്ട്. ഒന്ന് റേഡിയൽ ആക്സിലേഷൻ, വേറെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. 2 ആക്സിലേഷൻ ഉണ്ടെങ്കിൽ then the resultant acceleration ACCELERA acceleration is given by law of vector addition. Vector addition എന്താണ് പറയുന്നത്? Resultant capital R is equal to root of P square plus Q square plus 2PQ cos theta. ഓർമ്മയുണ്ടോ ലില്ലി പറഞ്ഞേ? ലോ ഓഫ് വെക്ടർ അഡിഷൻ A square plus B square plus 2AB ഇതെല്ലാം ഒന്ന് തന്നെ. P square plus Q square plus 2PQ cos theta. ഇവിടെ തീറ്റ 90 ഡിഗ്രിയാണ്, അപ്പൊ ആ പാർട്ട് വേണ്ട. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് സോ റിസൾട്ടന്റ് അല്ലെങ്കിൽ നെറ്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി എന്നുള്ളതിന് പകരം ബി സ്ക്വയർ ബൈ ആർ. ഹോൾ സ്ക്വയർ പ്ലസ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ. ഓ, ഇത് സുഖമല്ലേ എഴുതാൻ. ഫസ്റ്റ് ആൻസർ ആയി. എല്ലാം തന്നിട്ടുണ്ട്, എല്ലാ ഡേറ്റയും തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചേ. എ മോട്ടോർ കാർ ഈസ് മൂവിങ് അറ്റ് 60 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് ദ റേറ്റ് ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. രണ്ടാമത്തെ ആക്സിലറേഷൻ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ദിസ് ഈസ് റൂട്ട് ഓഫ് വി സ്ക്വയർ. വി എന്ന് പറയുമ്പോൾ 60 മീറ്റർ പെർ സെക്കൻഡ്. 60 × 60 ഡിവൈഡഡ് ബൈ പി സ്ക്വയർ ബൈ ആർ. ആർ എത്രയാണ്? 1200 മീറ്റർ. 1200 ദ ഹോൾ സ്ക്വയർ. അതൊക്കെ കട്ട് ചെയ്തൊക്കെ പോകും. ഇതൊക്കെ എല്ലാം പടപട വെട്ടും. വെട്ടി ചാവും, ചത്തുപോവും. വെട്ടി ചത്തുപോവും. പാവം. Sorry. Plus
ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി തന്നിട്ടുണ്ട്, 4 എന്ന് തന്നിട്ടുണ്ട്, ഡയറക്റ്റഡ് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, 4 സ്ക്വയർ ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇതെന്താണോ അതാണ് എൻ്റെ ആൻസർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 5 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ? മനസ്സിലായെന്നോ ഇല്ലെന്നോ? എൻട്രൻസ് പരീക്ഷയ്ക്ക് നമ്മൾ എത്ര എഴുതും? ഈ ഒറ്റ വരി എഴുതുള്ളൂ. നമ്മൾ പഠിക്കാൻ മനസ്സിലാകണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻട്രൻസ് പരീക്ഷയ്ക്ക് ഈ ഒറ്റ വരി അങ്ങ് എഴുതും. അപ്പൊ മനസ്സിലാക്കുക, ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ കാണും, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണും. അവർ തമ്മിൽ 90 ഡിഗ്രി ആയതുകൊണ്ട് ലാ ഓഫ് അക്രഡീഷൻ അപ്ലൈ ചെയ്യുക. കോസ് തീറ്റ 90 എന്ന ആ പാർട്ട് വേണ്ട. സോ ദിസ് ഈസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ. 60 × 60 രൂപ 1200 ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ദ ആൻസർ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ദി ആൻസർ. എഴുതിയെടുക്കണേ, പടം വരച്ചിട്ട് എഴുതിയെടുക്കണേ. മാഗ്നിറ്റ്യൂഡ് മാറുന്നത് കാരണം ഉണ്ടാകുന്നതാണ് ടാൻജൻഷ്യൽ, ഡിറക്ഷൻ മാറുന്നത് കാരണം ഉണ്ടാകുന്നതാണ് സെൻട്രിപീറ്റൽ. അപ്പൊ സെൻട്രിപീറ്റൽ ആക്സിലറേഷന്റെ ജോലി എന്തുവാ? ടു ചേഞ്ച് ദ ഡിറക്ഷൻ അലോൺ. So what is centripetal force? Centripetal force is that force which keeps the body in circular motion by changing the direction of motion alone. Direction മാറ്റി സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോഴ്സ് ആരാണോ, that force is called centripetal force and corresponding acceleration is called centripetal acceleration. മനസ്സിലായോ? ഏതൊക്കെ നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. നോട്ടിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള നോട്ടാണ്. കാരണം എൻ്റെ നോട്ട് ഞാൻ തന്നെ എഴുതുന്നതാണ്. ഞാൻ വേറെ കൂലിക്ക് ആളെ ഇരുത്തി സ്റ്റാഫിനെ വെച്ച് അടിച്ചുണ്ടാക്കുന്ന നോട്ടല്ല. എൻ്റെ നോട്ട് ഞാൻ എഴുതുന്നതാണ്. അപ്പം അതിനകത്ത് എല്ലാം കാണും. അതിനകത്ത് പലരും സ്റ്റാഫിനെ വെച്ചിട്ട് നോട്ട് സ്വന്തമായിട്ട് എഴുതാൻ അറിഞ്ഞൂടാത്തവർ ചെയ്യുന്ന പരിപാടി, സ്റ്റാഫിനെ വെച്ചിട്ട് ഗൈഡ് നോക്കി അടിച്ചു കയറ്റും. ബുക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക, അടിച്ചു കയറ്റാൻ പറയും. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അനിൽകുമാർക്ക് അത് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഒരുപാട് പേരൊക്കെ സ്റ്റാഫിനെ വെച്ചിരിക്കുന്ന എല്ലാം സബ്ജക്റ്റ് അറിഞ്ഞിടത്ത സാറന്മാരെല്ലാം സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അറിഞ്ഞൂടാ. സ്റ്റാഫിന് അറിയാൻ സബ്ജക്റ്റ്, അവർ നോട്ട് ഉണ്ടായിക്കോളും. ഫിസിക്സ് നോട്ട് എഴുതാനൊക്കെ നല്ല പ്രയാസമാണ്. ദ ബീഡിങ്സ് കറക്റ്റ് ആയിരിക്കണം. കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്, ഒള്ളി റേഡിയൽ ആക്സിലറേഷൻ, വേരിയബിൾ ബോഡി പൊസസ്സസ് വെലോസിറ്റി വേരിയബിൾ, മാഗ്നിറ്റ്യൂഡ് മാറിയെന്നർത്ഥം. അതായത് നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണും. അപ്പോൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ പാർട്ടിക്കിൾ ഈസ് ഇൻ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്നർത്ഥം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. അതില് പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. A particle is moving along a circular path. ഒരു പാർട്ടിക്കിൾ കറങ്ങുകയാണ്. ശരി, പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോഴുള്ള പ്രത്യേകത, ഇതിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നോക്കിയേ, ഇത് എ എന്ന് പറഞ്ഞ പൊസിഷൻ, അവിടെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് along the tangent. Say this is the velocity at A. ഈ പാർട്ടിക്കിള്
കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബിയിലെത്തി, നേരെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. അവിടെ അതിന്റെ വെലോസിറ്റി ഇങ്ങനെ ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ്. കണ്ട, ടാൻജൻഷ്യൽ. ഇത് ബി എന്നുള്ള പൊസിഷൻ. ഇവിടെ അതിന്റെ വെലോസിറ്റി ഈസ് വി ബി. വി എ പോസിറ്റീവ് ആണെങ്കിൽ വി ബി ഈസ് നെഗറ്റീവ്. ഇഫ് വി എ ഈസ് പോസിറ്റീവ്, then VB must be negative. ഇതാണ് ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അത് പോയി കുഴപ്പമില്ല, തരാം. അതൊക്കെ വരും. സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. കണ്ട, ഇഫ് വി എ ഒരു ഡയറക്ഷൻ, ഒരു പോയിന്റിലെ വെലോസിറ്റിയെ നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റേ പോയിന്റിലെ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കണം. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി when a body moves from A to B. എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോഴത്തേക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി is equal to 2VA if uniform circular motion. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി when it completes half rotation? ഇത് ഹാഫ് റൊട്ടേഷനാ. എയും ബി എന്ന് പറഞ്ഞാൽ ഹാഫ് റൊട്ടേഷൻ, നേരെ പകുതിയായി. ഹാഫ് റൊട്ടേഷൻ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. അപ്പോൾ അതിന്റെ സ്പീഡ് കാണണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ചെയ്താൽ കിട്ടും. സോ ദിസ് ഈസ് equal to, അവിടെ തന്നിട്ടുണ്ടാവില്ല അല്ലേ, a particle is moving along a circular path of radius 5 centimeter. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് 2 into വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് 2 into 5. സോ ദ ആൻസർ ഈസ് 10. ആൻസർ എത്ര ടൈമിൻ്റെ അവിടെ ബി ആണല്ലേ, 10. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദി ആൻസർ. ഇതാണ് ഇത്. എത്ര സിമ്പിളായ ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവിടെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് റേഡിയസ് തന്നിരിക്കുന്നത്? അത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനാ. ഇൻ ദ എബവ് ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദി ആക്സിലറേഷൻ? വാട്ട് ഈസ് ആക്സിലറേഷൻ? Acceleration is equal to change in velocity divided by time taken. So this is equal to delta v divided by delta t. നമ്മൾ നേരത്തെ എഴുതിയതാ, delta t is equal to, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ എൻ്റെ ആൻസർ ഇട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചേഞ്ച് ഇൻ വെലോസിറ്റി is 10 divided by time taken, distance traveled by velocity. Distance traveled by velocity. Distance traveled എത്ര? പകുതി ദൂരം. ടോട്ടൽ ദൂരം 2πr. പകുതി ദൂരം ഈസ് πr. പൈയുടെ വാല്യൂ എത്ര? പൈ 227 πr divided by velocity. വെലോസിറ്റി എന്ന് തന്നിട്ടുണ്ട് ഇവിടെ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതാ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 അല്ലേ, divided by 5 is equal to 10 divided by, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പൈ ആയിട്ടിരുന്നോട്ട്. ആർ എന്ന് പറഞ്ഞ 2 മീറ്ററാ, divided by 10. ബി അങ്ങ് മോളി കയറി പോയില്ലേ, ബൈ വി വെലോസിറ്റി അങ്ങ് മോളി കയറി പോയി. അപ്പൊ ഇൻറ്റു
what will be the average acceleration change in velocity divided by time taken? Distance traveled by velocity. Distance traveled is pi r divided by velocity. 10 10 100. അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് ഈക്വൽ ടു 10 × 10 100/2 50 ഡിവൈഡഡ് ബൈ പൈ 3.14. എത്ര വരും? എവിടെയെങ്കിലും ആൻസർ എന്തെങ്കിലും വിട്ടുപോയെന്ന് നോക്കിയാണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് 10. ടൈം ടേക്കൺ എന്ന് പറയുമ്പോഴത്തേക്ക് പകുതി ദൂരം വരാൻ വേണ്ട സമയം 2πr എന്നുള്ളതിൻ്റെ പകുതി πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി. പൈ എന്ന് പറയുമ്പോഴത്തേക്ക് പൈ ഇൻറ്റു r ഡിവൈഡഡ് ബൈ വെലോസിറ്റി മോളിൽ പോയി. സോ ദിസ് ഈസ് v സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 50 ഡിവൈഡഡ് ബൈ 3.14. അപ്പോൾ റേഡിയൽ ആക്സിലേഷൻ ആവറേജ് ആക്സിലേഷൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ചെയ്യാനേ പറ്റൂ. റേഡിയൽ ആക്സിലേഷൻ അല്ല കാണാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ആവറേജ് ആക്സിലേഷൻ. അപ്പോൾ എൻ്റെ ആൻസർ എത്ര വരൂടെ? 50/3. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടില്ല ആൻസർ മാറ്റി എഴുതേണ്ടി വരും. 5 50 12 3 36 15 3 45 16 പോയിന്റ് സംതിങ് എന്ന് വരും. 50 ഡിവൈഡ് ബൈ 3.14 16 പോയിന്റ് സംതിങ് എന്ന് വരും. നോക്കാം. ഈസ് ദി ആൻസർ. ആൻസർ ഇവിടെ കറക്റ്റ് ചെയ്യണം നിങ്ങൾ. എഴുതിയെടുത്തോ. .9 അതിനെ 16 എന്ന് പറഞ്ഞത്. 15.9 ഈസ് ദി ആൻസർ. എഴുതിയെടുത്തോണേ. ഇത് ക്വസ്റ്റ്യൻ നമ്പർ തൊട്ടടുത്ത ആൻസറിനകത്ത് അതില്ല, അതിട്ടോണേ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ശരി, എഴുതിക്കോ. ഈ പടം വരച്ചുകൊണ്ട് എഴുതിയെടുക്കാനാണ്. ഇതാണ് ഹാഫ് റൊട്ടേഷൻ. പോണ പോക്ക്. ഫോർ ഹാഫ് റൊട്ടേഷൻ the particle completes half circle and hence it is diametrically opposite as in figure. ഇനി ഡൗട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പകുതി ദൂരം പോയി, സർക്കിളിന്റെ പകുതി ദൂരം പോകുമ്പോഴത്തേക്ക് അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയതിന് തുല്യമായി എന്നർത്ഥം. ക്ലിയർ ആയോ? ഇപ്പൊ നല്ല ക്ലിയർ ആയില്ലേ? ശരി, എഴുതിയെടുത്തോ. ശരി പിള്ളേരെ, എഴുതിയെടുത്തു. ഇത് ഞാൻ ഈ വി എന്നുള്ള ഡെൽറ്റ വി എന്ന് എൻ്റെ മനസ്സിൽ കണ്ടു, അതാണ് പറ്റിയത്. ആ വി പ്രത്യേകം തന്നിട്ടുണ്ടായിരുന്നില്ലേ 5. ശരിയായി. പടം വരച്ചോണേ. പടം വരച്ചിട്ട് വേണം എഴുതിയെടുക്കാനായിട്ട്. പടം വരച്ചിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. കറക്റ്റ് ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ആ പേജിൽ ബാക്കി ജി സി എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ അത്രയേ ഉള്ളൂ. എം ജി എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. വാട്ട് ഈസ് ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ മാഗ്നെറ്റിലൂടെ എളുപ്പം. ജി സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ഉണ്ടാക്കാനുള്ള ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന സ്യൂട്ട്. പറഞ്ഞുതരാം അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നിട്ട് ആ പ്രോബ്ലം ആ ഒരു വരികൾ, അതിനകത്ത് വലിയ സംഭവമൊന്നും അല്ല ചെയ്യാനായിട്ട്. അതും വളരെ റെഗുലറായിട്ട് പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്.
കോമൺ ചോദ്യങ്ങൾ കുറെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊന്നും വലിയ പ്രയാസം വരില്ല. In G suit, a person is rotated in a gondola. Gondola എന്ന് പറഞ്ഞ box. Gondola in a horizontal circle at some inclination
so that he artificially experiences G effect. ഒരു ഗൊണ്ടോളം എന്ന് പറഞ്ഞ റൂം, ഒരു ചെറിയൊരു ബോക്സിനകത്ത് ഒരാളെ ഇരുത്തിയിട്ട് ഹൊറിസോണ്ടൽ സർക്കിളിൽ കറക്കുന്നതോടൊപ്പം അയാൾ ചരിക്കും. ഒരു പർട്ടിക്കുലർ പൊസിഷൻ ആകുമ്പോഴത്തേക്ക് അയാൾക്ക് ജി ഇഫക്റ്റ്, ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൂടുന്നതായിട്ടൊക്കെ തോന്നും. സ്പീഡ് കൂടുന്തോറും ജിയുടെ എഫക്റ്റ് കൂടി 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 വരും. അതാണ് ആ ക്വസ്റ്റ്യൻ. ഇന്നെ ടെസ്റ്റ്, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യും. നമുക്ക് ജി ടോളറൻസ് ഒക്കെ നമുക്ക് 5 എങ്കിലും വേണം ഔട്ടർ സ്പേസിൽ പോകാനായിട്ട്. ജി സ്യൂട്ട് വോളണ്ടറി റൊട്ടേറ്റ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ ഓഫ് റേഡിയസ് 6.3 meter. What is the period of rotation at which the centripetal acceleration has a magnitude of centripetal acceleration? Centripetal acceleration is the key term in a G suit. So, centripetal acceleration എന്തുവാ നമുക്ക് കൊടുക്കേണ്ടത്? A is equal to R omega square. That is, A is equal to R into omega എന്നുള്ളതിന് പകരം 2 പൈയുടെ വാല്യൂ 2 to 7 2 pi by t the whole square. സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ ആൻസർ കിട്ടും. എ എത്ര? എ എന്ന് പറഞ്ഞാൽ 2.5 g. 2.5 into 10 is equal to റേഡിയസ് തന്നിട്ടുണ്ട് 6.3 meter. 6.3 meter into 2 pi. ടി ആൻഡ് റേഡിയസ് പീരിയഡ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 2 pi എന്ന് പറയുമ്പോഴത്തേക്ക് 6.28 divided by capital T the whole square. Solve for T will be the answer. That is, and answer എത്രയാണ് കൊടുത്തിരിക്കുന്നത്? പീരിയഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? D ആണ്. 3.17 seconds. 3. നിങ്ങൾ ചെയ്ത് നോക്കണം. 3.17 seconds. കഴിഞ്ഞെടുത്ത് ഇതാണ് ജി സ്യൂട്ട് എന്നുള്ള സാധനം. നിങ്ങൾ ഔട്ടർ സ്പേസിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ച ഒരു ആസ്ട്രോണോട്ടൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഒരു ട്രെയിനിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ആദ്യം കൊണ്ടുപോയി ചെയ്യുന്ന സാധനം ജി സ്യൂട്ട് എടുക്കും. ജി സ്യൂട്ട് 5G എങ്കിലും നമ്മൾ ഇപ്പോൾ 2.5G ഉള്ളൂ. 5G എങ്കിലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ നമ്മുടെ ഹാർട്ടിന് പറ്റണം, നമ്മുടെ ബോഡിക്ക് പറ്റണം, മസിൽസ് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഔട്ടർ സ്പേസിൽ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ടേക്ക് ഓഫ് വഴി വന്ന് ചത്തു. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ അത് കണ്ട് ഞാൻ ഉടനെ ശരിയാക്കിയല്ല അത്. ഇത് ജി സ്യൂട്ടിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക്, ജി ഫോഴ്സിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ജി കൂടിക്കഴിഞ്ഞാൽ ഇതാണ് ജി ടോളറൻസ് ചെയ്യുന്ന ടെസ്റ്റ്. ഇതാണ് ജി ടോളറൻസ് ചെയ്യുന്ന ഉപകരണം. പിന്നെ അടിയിൽ ഇങ്ങനെ ഹൊറിസോണ്ടലി പിടിച്ച് കറക്കുവാൻ. ഇവിടെ ഒരു റൂമിനകത്ത് ഒരുത്തനെ ഇരുത്തും. ആ റൂമിനകത്താണ് ഒരുത്തനെ ഇരുത്തിയിരിക്കുന്നത്. അതിനകത്തിരിക്കുകയാണ് അയാൾ. ഇത് ജി കൂടെയാണ് അയാൾക്ക്. ഗ്രാവിറ്റി കൂടുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും, അയാളുടെ ഭാരം കൂടും, അയാൾക്ക് ഭയങ്കരമായ ഇഫക്റ്റുകൾ കാണിക്കാൻ തുടങ്ങും അയാൾ. അതാണ് ചെയ്തിരിക്കുന്നത്. ഈ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഔട്ടർ സ്പേസിൽ പോകാനൊന്നും പറ്റുന്നില്ല. ഇത് ഹൊറിസോണ്ടൽ സർക്കിളിൽ കറങ്ങുന്നതോടൊപ്പം ആ ഗൊണ്ടാളിക്ക് ഒരു പർട്ടിക്കുലർ ആംഗിൾ ചരിക്കുമ്പോഴാണ് ഈ കമ്പോണന്റ് ഉണ്ടാകുന്നത്. ജി കൂടി കഴിയുമ്പോഴത്തേക്ക് അവസാനം നമ്മൾ ഇതുപോലെ ആവും. ഇപ്പം കറങ്ങുന്നില്ല. ഇത് കറങ്ങി തുടങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള മുഖത്തൊക്കെ പോകണതാണ് ഇഫക്റ്റുകളൊക്കെ. കറങ്ങി തുടങ്ങി. അത് നമുക്കറിയാൻ പറ്റും, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റിലേറ്റീവ്ലി നമുക്ക് ഇറങ്ങുന്നില്ല തോന്നുന്നു, പക്ഷെ ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ഫേസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. മുഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് വലുത്, അത് പ്രഷറൊക്കെ കൂടും അയാളുടെ. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. അത് എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളത് ബ്രേക്ക് ചെയ്യണം. 5 എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്പേസിലോട്ട് ടേക്ക് ഓഫ് ഒക്കെ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ടേക്ക് ഓഫ് കഴിയുമ്പോഴത്തേക്ക് അല്ലരെ ഗോവിന്ദ അവിടെ ചത്തിരിക്കും. അവിടെ സാധനം. അതിനകത്ത് ഞാൻ വേറൊരാളുടെ ഫേസ് ഞാൻ കാണിച്ചു തരാം. ജി സ്യൂട്ടിനകത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ തട്ടിപ്പോവും. ഒന്നേ ഉള്ള കയ്യിലല്ല, ഒന്നുകൂടെ ഉണ്ട് കാണിച്ചു തരാം.
ഇതൊക്കെ ജി സുഡിനകത്ത് റോളർ കോസ്റ്ററിൽ വരും. ഇല്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ല, വേറെ നിലപ്പടം കിട്ടത്തില്ല. ഉമ്മാർ ചുമ്മാ പടങ്ങൾ കൊടുത്തേക്കാൻ. പ്രഷർ കൂടെയാണ് അയാളുടെ. ജി കണ്ട, ജി കൂടുന്നതനുസരിച്ച് തിങ്സ് എവർ. നോക്കിയാൽ കിട്ടും, എവിടെയെങ്കിലും കാണും. അവൻ്റെ എക്സ്പീരിയൻസ് എവിടെയെങ്കിലും കിട്ടിയിരിക്കും അവൻ. ശരി, ഈ പ്രോബ്ലം എഴുതിയെടുത്തോ. ഇതാണ് സാധനം. ഇതിൻ്റെ ആൻസർ ഇതാണ്. 6 തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ് 2.5G × 10 ഡിവൈഡഡ് ബൈ T. ആ T കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബാക്കി പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് വരണം. എല്ലാം വളരെ എളുപ്പമാണ്. പ്രോബ്ലംസ് ഒക്കെ 2 വരിയൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ 30 വരെ നോക്കിയിട്ട് വാ. അതിൻ്റെ അടുത്ത ക്ലാസ് കൊണ്ട് ബാക്കി തീർത്തില്ല. എല്ലാം കൊണ്ട് ക്ലാസ് കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യാവുന്നിടത്തോളം ചെയ്തിട്ട് വാ. ഡൗട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. എഴുതിയെടുത്തോ. ഞരമ്പൊക്കെ മുറിഞ്ഞ് പൊട്ടും. നമ്മുടെ വെയിറ്റ് ഒക്കെ 320-400 കിലോഗ്രാമായിട്ട് മാറും. 80 കിലോ ഉള്ള ഒരുത്തം 450-500 കിലോ. 5 മടങ്ങാകുമ്പോൾ 400 കിലോ. 400 കിലോ നമുക്ക് ഒരു ബോഡിക്ക് വണ്ണം വരണമെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ്റെ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, ശ്വാസം കിട്ടൂല, ഭയങ്കരമായുള്ള പ്രശ്നങ്ങളുണ്ട്.